നമ്മുടെ വൺ പീസിൽ വൺ ഓഫ് ദി മോസ്റ്റ് മിസ്റ്റീരിയസ് ആയിട്ട് ഇപ്പോഴും തെളിയാൻ കണ്ടത് ഒരു റിയൽ ഇൻഷ്യൻ ഉള്ള ഒരു കാര്യമെങ്കിൽ ഇത് ഡി ക്ലാൻ എന്ന് പറഞ്ഞ ആ ഒരു ക്ലാനിനെ കുറിച്ച്. അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും എന്താണ് ഡി ക്ലാൻ എന്നെ കുറിച്ച്. എന്നിട്ട് നമ്മുടെ മങ്കി ഡി ലുഫി, മങ്കി ഡി ഗാർഫ്, നമ്മുടെ ലോ, അതിന് മുമ്പൊക്കെ ഒരു ഡി ഇൻഷ്യൻ്റ് പോലത്തെ സാധനമുണ്ട്. അപ്പോൾ നമ്മുടെ ഡീനെ കുറിച്ച് റിയലി നമ്മുടെ ലോ ഒരു പ്രാവശ്യം നമ്മുടെ സെങ്കോക്കോട് ചോദിച്ചപ്പോൾ സെങ്കോക്ക് പറഞ്ഞു അതൊരു മിസ്റ്ററി ആയിട്ടുള്ള കാര്യമാണ്, അതങ്ങനെ നമുക്കറിയാം, ആൾക്കാർക്കും അറിയത്തില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ റിയലി ലോ നമ്മൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡി ക്ലാൻ എന്നെ കുറിച്ചല്ല നമ്മളെന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ആ ഡി ക്ലാനിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ് എന്നെ കുറിച്ചാണ് നിങ്ങളേക്ക് നമ്മൾ എത്തിക്കാൻ പോകുന്നത്. സോ നമുക്ക് അത് ആരൊക്കെയാണെന്ന് നോക്കിയേക്കാം. അപ്പോൾ ആദ്യം തന്നെ മങ്കി ഡി ഗാർഫ്, നമ്മുടെ ഡ്രാഗന്റെ ഫാദറും അത് മാത്രമല്ല നമ്മുടെ ലൂഫിയുടെ ഗ്രാൻഡ് ഫാദറുമായ വ്യക്തിയാണ് മങ്കി ഡി ഗാർഫ്. നമ്മുടെ ലൂഫിയിലെ ആ ചൈൽഡ്ഹുഡ് സമയത്ത് രീതി നമ്മുടെ ലൂഫിയെ നമ്മുടെ ആ ഒരു പാരറ്റ് ജേണി, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പാരറ്റ് ആക്കാൻ ആ ഒരു ജേണിലേക്ക് ഒരു ഫസ്റ്റ് ആയിട്ട് ഒരു ട്രെയിനിങ് കൊടുത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ മങ്കി ഡി ഗാർഫ്. നമ്മൾ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ലൂഫിയെ ട്രെയിൻ ചെയ്ത് എന്ന് വേണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ലൂഫിയെ റിയലി ഓരോ കാട്ടിലേക്ക് തള്ളിവിടുക, അങ്ങനെ ഡേഞ്ചേഴ്സ് ആയിട്ട് സ്ഥലത്തോട്ട് ഓരോ സ്ഥലത്തും പോയി തള്ളിവിടുക, അങ്ങനെ ഈവൻ രീതിയിലുള്ള ട്രെയിനിങ് മെത്തേഡാണ് പുള്ളിക്കാനുള്ളത്. അപ്പം പുള്ളിക്കാൻ ട്രെയിൻ ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്കാണ് കൊല്ലാൻ വരെ പോകുന്നു പറഞ്ഞാൽ പുള്ളിക്കാൻ ലൂഫിയെ റിലാസ് നമ്മൾ ട്രെയിൻ ചെയ്ത് വേണം. അത് മാത്രമല്ല നമ്മുടെ ലൂഫിയെ പോലെ എക്സാക്ട് സിമിലർ ആയിട്ട് കാര്യങ്ങളൊക്കെ പുള്ളി ഓരോ മണ്ടത്തിലൊക്കെ ചെയ്യുന്നുണ്ട് റിയലി. അങ്ങനെയായിട്ട് നമ്മൾ പുള്ളി അണ്ടർസ്റ്റിമേറ്റ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് പൈററ്റ്, സ്ട്രോങ്ങസ്റ്റ് മറൈൻ, നമ്മുടെ സീരീസ് പറഞ്ഞ സ്ട്രോങ്ങസ്റ്റ് മറൈൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ മങ്കി ഡി ഗാർഫ് എന്ന് വെച്ചാൽ. നമ്മുടെ ടൈം സ്ക്രീനിൽ പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് ഒരു 8 years ഇപ്പോൾ ആവാറായിട്ടുണ്ട്. എന്നാലും പുള്ളിക്കാരൻ സ്റ്റിൽ പുള്ളിക്കാരൻ ഭയങ്കര സ്ട്രോങ് ആണ്. പുള്ളിക്കാരൻ്റെ റിയലി നൈസ് നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്. അത് മാത്രമല്ല പുള്ളിക്കാരൻ അയൺ ബോൾസ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അയൺ കാനൺ ബോൾസ് റിയലി പുള്ളിക്കാരൻ ചുമ്മാ കൈ വെച്ച് എറിയുവാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് മാത്രമല്ല വലിയ നമ്മുടെ 1000 സണ്ണിയേക്കാളും വലിയൊരു ബോൾ പുള്ളിക്കാരൻ ചുമ്മാ ഒറ്റ കൈ കൊണ്ട് പിടിച്ചെടുത്ത് ആ സണ്ണിയുടെ നേരെ എറിയാൻ വേണ്ടി പുള്ളിക്കാരൻ നോക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ നല്ല ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് മാത്രമല്ല കൈ നല്ല കയ്യിലുള്ള പൊസസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ രീതിയിൽ ഗോൾഡ് നല്ലൊരു പഞ്ചിങ് എബിലിറ്റി പുള്ളിക്കാരുള്ളത്. അതുകൊണ്ടാണ് പുള്ളി രീതിയിൽ ഗാർഡ് ദ ഫിസ്റ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയായി മാറിയിരിക്കുന്നത്. അത് മാത്രം നമ്മുടെ മറൈൻസ് കൂട്ടുകൾ ഹീറോ ആയ ഒരു വ്യക്തിയാണ് നമ്മുടെ റോജിനെതിരെ കുറേ സമയത്ത് അവരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടായി അവസാനം അവർ കില്ല് ചെയ്യാൻ വരെ സിറ്റുവേഷൻ വരെ അവരെത്തുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മുടെ ലൂഫിനെ ഏസിനെ ട്രെയിൻ ചെയ്ത വ്യക്തിയാണ് അത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും മാത്രം പവർഫുൾ ആയ വ്യക്തി എന്തുകൊണ്ടാണ് പുള്ളി വൈസ് അഡ്മിറലായിട്ട് മാത്രം ഇപ്പോഴും തുടരുന്നത്. പുള്ളിക്കാരൻ അതിൽ അഡ്മിറൽ ആവാൻ വേണ്ടി കുറേ പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. ബട്ട് പുള്ളിക്കാരൻ അതിൽ റിഫ്യൂസ് ചെയ്ത്. കാരണം പുള്ളിക്കാരൻ സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ സെലസ്റ്റിയൽ ഡ്രാഗൺസിന് അണ്ടർ പുള്ളിക്കാരന് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നൊരു റീസണോട് പുള്ളിക്കാരൻ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പോഴും നമ്മുടെ വൈസർമാർ തുടരുകയാണ് ചെയ്യുന്നത്. അടുത്ത നമ്മൾ പറയാനുള്ള വൺ ഓഫ് ദ മോസ്റ്റ് മിസ്റ്റീരിയസ് ആണ് നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ സ്വന്തം റോക്സി സെബക്കിനെ കുറിച്ചാണ്. റോക്സി സെബക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ക്യാപ്റ്റൻ, നമ്മുടെ റോക്സ് പൈററ്റ്സിന്റെ ക്യാപ്റ്റനാണ് റോക്സി സെബക്ക്. വൺ ഓഫ് ദ മോസ്റ്റ് ഓഫ് നമ്മുടെ പൈററ്റ്സും അത് മാത്രമല്ല നമ്മുടെ എൻ്റെ മറൻസുകൾ ഫിയർ ചെയ്തൊരു ഗ്രൂപ്പ് ആയിരുന്നു നമ്മുടെ റോക്സ് പൈററ്റ്സ്. അതിന് ക്യാപ്റ്റനായ വ്യക്തിയാണ് റോക്സി സെബക്ക്. പുള്ളിക്കാൻ ആ ഒരു ഇൻഡിവിജ്വൽ എബിലിറ്റി സ്ട്രെൻഡ് ഒരു ഫാർ ബെറ്റർ ആണ്. വൺ ഓഫ് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല പുള്ളിക്കാരൻ ഇൻഡിവിജ്വലിറ്റി എത്ര മാത്രം ഉണ്ടാകുന്നത്. ബട്ട് ഗൈസ് നമുക്കൊരു കാര്യം വരാം, പുള്ളിക്കാരൻ റോക്സ് പൈററ്റ്സ് എന്ന ക്രൂ റിയലി മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അതിനകത്ത് ആരൊക്കെ ഉള്ളത്. ആ ഒരു ക്രൂവിലുണ്ടായിരുന്ന വ്യക്തികൾ ഇപ്പോൾ നമ്മളൊരു നമ്മുടെ ന്യൂ വേൾഡിൽ വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് എംബർ ആയിരുന്ന വ്യക്തികളായിരുന്നു നമ്മുടെ റോക്സ് പൈററ്റ്സിന് റോക്സി സെബക്കിൻ്റെ കീഴിൽ അണ്ടർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന റോക്സ് പൈററ്റ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ആരൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വൈറ്റ് ബിയർഡ്, നമ്മുടെ ബിഗ് മാം, അതിനോട് നമ്മുടെ കൈഡോ. അപ്പോൾ നമ്മുടെ ആ ഒരു 3 എംബർ ആയിരുന്ന വ്യക്തികളായിരുന്നു കീഴിൽ നമ്മുടെ റോക്സ് പൈററ്റ്സിന് അണ്ടർ റോക്സി സെബക്കിന് അണ്ടർ വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മുടെ പൈററ്റ്സ് ആണ് നമ്മുടെ സ്വന്തം ഗോൾഡി റോജറിനോട് ബിഗ്ഗസ്റ്റ് എനിമി ആയിരുന്നു നമ്മുടെ റോക്സി സെബക്ക് എന്ന് വെച്ചാൽ. നമ്മുടെ റോജറും നമ്മുടെ മങ്കി ഡി ഗാർഫും കൂടെ ഒരുമിച്ച് ഫൈറ്റ് നിന്നിട്ടായിരുന്നു നമ്മുടെ റോക്സി സെബക്കിനെ മാത്രം തോൽപ്പിക്കാൻ നമുക്കത് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എത്രമാത്രം അവർ ഒറ്റയ്ക്കുന്ന റോക്സ് എത്രമാത്രം പവർഫുൾ ആണ് എന്ന്. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്ന് മാത്രമേ അവരെ തോൽപ്പിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ട് നമ്മളെ ഗാർഫ് ഒരു വൺ ഓഫ് ദ ഹീറോ ആയി മാറുമായിരുന്നു നമ്മുടെ മറൈൻസിലുണ്ടായിരുന്നത്. അപ്പം പുള്ളിക്കാൻ ആ ഒരു ഡെത്തിന് ശേഷം നമ്മുടെ വേൾഡ് ഗവൺമെൻറ് പുള്ളിക്കാനെ കുറിച്ചുള്ള കാര്യങ്ങൾ മൊത്തം ഹിസ്റ്ററി അങ്ങ് ഇറേസ് ചെയ്ത് കളയാനും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ഇവിടെ നമുക്കങ്ങനെ നമ്മുടെ സീരീസ് അങ്ങനെ വലിയായിട്ട് പരാമർശിക്കുന്നില്ല. അറിയാം പുള്ളിക്കാനെ കുറിച്ചുള്ള ഫുൾ കാര്യങ്ങൾ അങ്ങ് ഇറേസ് ചെയ്ത് കളയായിരുന്നു നമ്മുടെ ആൾക്കാരുണ്ടായിരുന്നത്. അപ്പം പുള്ളിക്കാൻ അത്രമാത്രം ഫിഗർ ഉണ്ടായിരുന്ന വ്യക്തി ആയതുകൊണ്ടായിരുന്നു അത് ചെയ്തിരുന്നത്. നമ്പർ 8 ഗോൾഡി റോജർ. നമ്മുടെ എൻ്റെ ക്ലാൻ ലൈൻ മൊത്തം റൂൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ഒറ്റൊരു വ്യക്തിയായിരുന്നു നമ്മൾ ഗോൾഡി റോജർ. ആണ്ട് നമ്മുടെ ആ ഒരു എൻ്റെ ട്രഷറായിരുന്നു വൺ പീസ് റിയലി ഫൈൻഡ് ചെയ്ത ആ ഒരു വ്യക്തിയായിരുന്നു നമ്മൾ ഗോൾഡി റോജർ എടുത്താൽ. പുള്ളിക്കാരൻ ഒരു ആർക്കും ക്യൂർ ചെയ്യാൻ പറ്റാത്ത ഒരു ഡിസീസിന് പുള്ളിക്കാൻ ഉടമയാണ് എന്ന് അറിഞ്ഞ ആ ഒരു സമയത്ത് പുള്ളിക്കാരൻ ക്രൂ മൊത്തം ഡിസ്ബാൻഡ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു വേൾഡ് ഗവൺമെൻറ്റിന് പുള്ളിക്കാരൻ പബ്ലിക് എക്സിക്യൂഷൻ നടത്താൻ വേണ്ടി തന്നെ അങ്ങ് ഏൽപ്പിച്ച് കൊടുക്കുമായിരുന്നു പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടായിരുന്നത്. അത് മാത്രമല്ല നമുക്കറിയാം നമ്മുടെ ഒരു ഗോൾഡൻ ഏജ് ഓഫ് പൈററ്റ്സിൻ്റെ ആ ഒരു ഗോൾഡൻ ഏജ് പുള്ളിക്കാരനാണ് സ്റ്റാർട്ട് ചെയ്തത്. പുള്ളിക്കാരൻ ഒരു എക്സിക്യൂഷൻ നമ്മുടെ പുള്ളിക്കാരൻ പറഞ്ഞു. പുള്ളിക്കാരൻ ട്രഷറൊക്കെ പുള്ളിക്കാരൻ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, അതാണ് വൺ പീസ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ആർക്ക് വേണം അത് എടുക്കാൻ പറ്റുന്നതായിരിക്കും എന്ന് പറയുന്നത്. ആ ഒരു സമയത്താണ് നമ്മൾ ആ ഒരു പൈററ്റ്സ് എല്ലാം ഇതും തേടി ഇറങ്ങുന്നത്. അത് മാത്രമല്ല പുള്ളിക്കാരൻ നമ്മുടെ ഒരു ഇപ്പോൾ ഹിസ്റ്ററിയിൽ ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ഹയസ്റ്റ് ബൗണ്ടറിയുടെ ഉടമയാണ് 5 ബില്യൺ ഓവർ ബൗണ്ടറിയാണ് പുള്ളിക്കാരൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണ് നമ്മുടെ ആ ഒരു ഗോൾഡി റോജറിന് ഡബിൾ ഫ്രൂട്ട് പോസ്റ്റ് ചെയ്ത വ്യക്തിയാണ് നമ്മുടെ ഗോൾഡി റോജർ.
റോജൻ എടുത്താൽ പുള്ളിക്കാൻ ഫുൾ പവറും റിലീരിക്കുന്നത് പുള്ളിക്കാൻ ആ ഒരു ഫിസിക്കൽ സെൻസിലും മാത്രമല്ല ഹാക്കിലുമാണ് പോസസ് ചെയ്യുന്നത്. പിന്നെ പറയാം നമ്മുടെ റോജന് കുറേ റൈവൽസ് ഉണ്ട്. പറഞ്ഞാൽ നമ്മുടെ വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വൈറ്റ് ബിയർഡ് പുള്ളിക്കാരുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റൈവലായിരുന്നു പുള്ളിക്കാരൻ. കുറേ പ്രാവശ്യം അവരെ കൊണ്ടൊന്ന് ഫൈറ്റ് എടുത്ത് എല്ലാ പ്രാവശ്യം ഫൈറ്റ് ചെയ്യുമ്പോൾ അവർ അവസാനം ഇഷ്ടം എൻ്റെ ചെയ്യുന്നില്ല ഒരു ടൈലായിരുന്നു വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് വ്യക്തി അവർ ഫൈറ്റ് ചെയ്യാൻ വരുന്നത്. നമ്മുടെ ഹൈ സ്കിൽഡ് ആയിട്ടുള്ള നമ്മുടെ ഹാക്കി യൂസർ ആയിരുന്നു നമ്മുടെ റോജർ. അതുപോലെ തന്നെ പുള്ളിക്കാരനിടയിൽ നമ്മുടെ ആ ഒരു കുസിസുക്കി ഓടുന്നതായിട്ട് പുള്ളിക്കാരൻ ക്ലാഷ് ചെയ്യാൻ പുള്ളിക്കാരൻ കുസിസുക്കി ഓടിനെ ഡിഫീറ്റ് ചെയ്യുന്നത് കുസിസുക്കി അടുത്ത ഹാക്കി മാസ്റ്റർ ആയിരുന്നു വ്യക്തിയാണ് നമ്മൾ കുസിസുക്കി ഓടുന്നതെന്ന് വെച്ചാൽ. അപ്പം അതാണ് നമുക്ക് ഗോൾഡി റോജനെ കുറിച്ച് പറയാനുള്ളത്. 7 പോഡ്കാസ്റ്റ് റൂട്ട്സ്. പോഡ്കാസ്റ്റ് ഡൂച്ച് നമ്മുടെ ഒരു ഏസിൻ്റെ മധുരം അത് മാത്രമല്ല നമ്മുടെ റോജൻ്റെ ലവറുമായിരുന്ന വ്യക്തിയാണ് നമ്മുടെ പോഡ്കാസ്റ്റ് ഡൂച്ച് എന്ന് വെച്ചാൽ. നമ്മുടെ ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് അധികം വലിയ കാര്യമായിട്ട് ഇൻഫർമേഷൻ ഒന്നുമില്ല, ബട്ട് കണ്ടിട്ട് ഒരു കൈൻഡ് ആയിട്ടുള്ള ആർക്കാണ് നമുക്ക് കൊണ്ട് പറയാൻ വേണ്ടി സാധിക്കും. പുള്ളിക്കാരൻ ചെയ്യുന്ന വെച്ചാൽ മെയിൻ കാര്യം വെച്ചാൽ പുള്ളിക്കാരൻ ആ ഒരു പ്രഗ്നൻസിയിൽ 20 months വരെ ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്തു. കാരണം നമ്മുടെ ആ ഒരു പൈററ്റ് കിങ് ആയ റോജായിട്ടുള്ള കണക്ഷൻ പുള്ളിക്കാരൻ ബേബി ആയിട്ടുള്ള കണക്ഷൻ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ആ ഒരു ബേബി ഫൈനലായിട്ട് ബോൺ ചെയ്ത സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡൈ ചെയ്യുമായിരുന്നു ആ 20 months ഹൈഡ് ചെയ്തുകൊണ്ട്. കാരണം അത് മാത്രമല്ല നമ്മുടെ ആ ഒരു കാര്യം വീട്ടിൽ നമ്മുടെ ആ ഒരു ബേബിക്ക് ഒരു ഗോൾഡ് ഏസ് എന്ന പേര് നൽകുകയും ചെയ്തു. പുള്ളിക്കാരത്തിയുടെ ഈ ഒരു കാര്യം റീഡ് അറിയാൻ നമ്മുടെ ആ ഒരു ഏസിൻ്റെ എക്സിക്യൂഷൻ്റെ സമയത്ത് നമ്മുടെ സെങ്കുക്ക് പറഞ്ഞാണ് ഈ വിവരം മൊത്തം അറിയുന്നത്. നമ്മുടെ ആ ഒരു ഡി ക്ലാനിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളി നോൺ മെമ്പർ ആയിരുന്ന ഫീമെയിൽ ക്യാരക്ടർ ആയിരുന്നു നമ്മുടെ പോഡ്കാസ്റ്റ് റൂച്ച് എന്ന് വെച്ചാൽ. നമ്പർ 6 ജാഗ്വാർ ഡി സോൾ. സോളിൽ ഒരു ജൈൻ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു മറൈനായിട്ട് ബിക്കമായ ഒരു വ്യക്തിയാണ്. അതിനുശേഷം പുള്ളിക്കാരൻ ഒരു വൈസ് അഡ്മിറലായി മാറുമായിരുന്നു ഉണ്ടായിരുന്നത്. പുള്ളിക്കാരൻ നമ്മുടെ ഒരു എൻ്റർ ഗ്രാൻഡിലെ ഫുള്ളായി ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു ക്യാരക്ടറെ കുറിച്ച് നമുക്ക് അധികം ഇൻഫർമേഷൻ ഒന്നും അറിയില്ല. നമ്മുടെ റോബിൻ്റെ ഒരു പാസ്റ്റ് സമയത്താണ് റിലീ ക്യാരക്ടർ അപ്പിയർ ചെയ്യുന്നത്. അത് മാത്രമല്ല പുള്ളിക്കാൻ നമ്മുടെ ആ ഒരു മറൈൻസിനോട് വളരെ ലോയലാണ്. അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു മറൈൻസിനോട് ചിലപ്പം പുള്ളിക്കാൻ മോറൽ ജസ്റ്റിസ് ആയിരുന്നു പുള്ളിക്കാനെ ഫോളോ ചെയ്യുന്നത്. പുള്ളിക്കാൻ ആ ഒരു അവർ പറഞ്ഞ ആ ഒരു ജസ്റ്റിസ് പുള്ളിക്കാൻ ആ ഒരു സ്വന്തം ആ ഒരു ഇഷ്ടമുള്ള ജസ്റ്റിസ് ആയിരുന്നു പുള്ളിക്കാനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പുള്ളിക്കാൻ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്നും അനുസരിക്കാതെ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് പുള്ളിക്കാൻ അവരൊരു നമ്മുടെ ആ ഒരു റോമിൻ്റെ ആ ഒരു കേസ് വന്നപ്പോൾ പുള്ളിക്കാൻ നമ്മുടെ ആ ഒരു മറൈനിൽ നിന്ന് പുള്ളിക്കാരൻ പോകേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല പുള്ളിക്കാരൻ ബീങ് ഒരു ജൈൻറ്റ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള വളരെ സ്ട്രെങ്ത് പുള്ളിക്കാരൻ ഇടിയും പോസ്റ്റ് ചെയ്യേണ്ട. അത് മാത്രമല്ല ഈസി ആയിട്ട് ഒരു ഷിപ്പ് നമ്മുടെ ആ ഒരു പസ്റ്റക്കോൺ വന്ന ഷിപ്പ് പുള്ളിക്കാൻ ആ വാട്ടറിന് മൊത്തം അങ്ങ് എടുത്ത് പൊക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല പുള്ളിക്കാരൻ ഒരു ഡബിൾ ഫുഡ് പവേഴ്സ് റീല് പുള്ളിക്കാരൻ ഒന്നും പോസസ് ചെയ്യുന്നില്ല. പുള്ളിക്കാരൻ റീലി ഡബിൾ ഫുഡ് ഒന്നും ഇല്ലെങ്കിലും പുള്ളിക്കാരൻ ഡബിൾ ഫുഡ് ഉള്ള റീലി പുള്ളിക്കാരൻ ഫിയർ ഒന്നുമില്ല. മാത്രമല്ല പുള്ളിക്കാരൻ ഡൈ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു ഡെവിളിനെ നമ്മുടെ ആ റോബിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മുടെ യങ് റോബിനെ പ്രൊട്ടക്ട് ആണ് പുള്ളിക്കാരൻ റീലി നമ്മുടെ അഡ്മിറൽ ആയിരുന്ന കുസാൻ അല്ല നമ്മുടെ അഡ്മിറൽ അവോക്കുജി കാരണം പുള്ളിക്കാരൻ മൊത്തം ഫ്രീസ് ആയിട്ട് പുള്ളിക്കാരൻ ഡെത്തിലേക്ക് നയിക്കുകയുണ്ടായിരുന്നു. നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വേൾഡ് ഗവൺമെൻറ് മോസ്റ്റ് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള എനിമി ആയിരുന്ന രീതിയിൽ നമ്മുടെ മങ്കി ഡി ഡ്രാഗനെ കുറിച്ചാണ്. മങ്കി ഡ്രാഗൺ ഓൾസോ നമ്മുടെ ഒരു വേസ്റ്റ് ക്രിമിനൽ ആയിട്ട് അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നല്ലോ നമ്മുടെ മങ്കി ഡി ഡ്രാഗൺ. നമ്മുടെ പുള്ളിക്കാരൻ അറിയപ്പെടുന്ന നമ്മുടെ സുപ്രീം കമാൻഡർ ഓഫ് റെവല്യൂഷൻ ആർമീസിൻ്റെ സുപ്രീം കമാൻഡർ ആയിരുന്ന വ്യക്തിയായിരുന്നല്ലോ നമ്മൾ പുള്ളിക്കാരൻ. എയിം എന്ന് വെച്ചാൽ നമ്മുടെ വേൾഡ് കൊണ്ട് മൊത്തത്തോളം ഡിസ്ട്രോയ് ചെയ്ത് ആ സിസ്റ്റം മൊത്തം അങ്ങ് മാറ്റാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ ശ്രമിക്കുന്നത്. ബിക്കോസ് ഇപ്പോഴത്തെ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക സെലസ്റ്റിയൽ ഡ്രാഗൺസ് അണ്ടർ ഓരോ വർക്കിംഗ് ആണ് നമ്മൾ വേൾഡ് ഗവൺ ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത്. ആ ഒരു സിസ്റ്റം മാറ്റി പാവങ്ങൾക്കും വേണ്ടി ആ ഒരു രീതിയിലാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഡ്രാഗൻ്റെ എയിം എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു റെവല്യൂഷൻ ആർമിയെ കുറിച്ച്. പുള്ളിക്കാരൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോമ്പാക്ട് എബിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഹിഡൻ ആയിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല ഡ്രാഗൻ്റെ ബോണ്ട് ഇപ്പോൾ നമ്മുടെ സീരീസ് നമ്മുടെ ഓടാൻ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാൻ ആ ഒരു ത്രെഡൊക്കെ കണ്ടിട്ട് പുള്ളിക്കാൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ഇച്ചിരി ഹൈ ബൗണ്ടി ആയിരിക്കാം നമുക്ക് പറയാൻ സാധിക്കും. അത് മാത്രമല്ല നമ്മുടെ ആ ഒരു ലൂഫിയറിൽ നമ്മുടെ ആ ഒരു സ്മോക്കർ കില്ല് ചെയ്യാൻ വേണ്ട സമയത്ത് നമ്മുടെ ലൂഫിയെ രക്ഷിക്കാൻ നമ്മുടെ ഡ്രാഗൺ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഡ്രാഗൺ ഇൻട്രോഡ്യൂസ് ചെയ്തത്. അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഡ്രാഗൺ ഇസ് ഫാദർ ഓഫ് ലൂഫി എന്നതിനെ കുറിച്ച് തന്നെ. പിന്നെ പുള്ളിക്കാരൻ്റെ എബിലിറ്റീസ് ഇപ്പോഴും ഹൈഡെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല പുള്ളിക്കാൻ ഇത്രമാത്രം വലിയൊരു വാണ്ടറായിട്ട് ക്രിമിനൽ ആയതുകൊണ്ട് തന്നെ ആയാലും എന്നാലും നമ്മുടെ ആ സ്മോക്കർ റിയലി നമ്മുടെ ഡ്രാഗനുമായിട്ട് ഫൈറ്റ് എടുക്കാൻ ഒന്നും പോയിട്ടില്ല. അപ്പോൾ സ്മോക്കറിനറിയാൻ ഡ്രാഗൺ എത്രമാത്രം വലുതാണ്. ആ ഒരു സമയത്ത് ഡ്രാഗൻ്റെ ആ ഒരു എൻട്രി ആ ഒരു സമയത്ത് നമ്മൾ കണ്ടായിരുന്നു ഹൈ വിൻഡും തണ്ടർ സ്റ്റോംസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയും നമ്മുടെ പീപ്പിൾസ് നമ്മുടെ അവിടെ നിന്ന് വ്യക്തി ആൾക്കാരൊക്കെ പറയിച്ച് കളയുമ്പോഴും മാസമായിട്ടുള്ള വെറൈറ്റി എൻട്രി ആണ് നമ്മൾ ഡ്രാഗൺ നടത്തിയിരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാം ബിക്കോസ് ഡ്രാഗൺ ഏതെങ്കിലും ഒരു വൺ ടൈപ്പ് ഓഫ് ഡബിൾ ഫ്രൂട്ട് പ്രോസസ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പം ഒരു ഉണ്ടെന്ന് തന്നെ വേണം നമുക്ക് വിശ്വസിക്കാം. ബട്ട് അതേതാണ് എന്നാണ് ആ പവർ ഒന്നും റിയലി ഇതുവരെയായിട്ട് നമ്മുടെ സീരീസ് റിവീൽ ആയിട്ടില്ല എന്നാണ് നമ്മുടെ സത്യം.
ഫോർ മാർഷൽ ടീച്ച് അവൻ്റെ യങ്ങർ സമയത്താണ് നമ്മുടെ വൈറ്റ് ബീഡ് ക്രൂവിൽ ഒരു പാർട്ടായി മെമ്പർ ആയിരുന്നു. ഒരു സെക്കൻഡ് ഡിവിഷനിലേക്ക് മെമ്പർ ആയിരുന്നു നമ്മുടെ മാർഷൽ ടി ടീച്ച് എന്ന് വെച്ചാൽ. ബട്ട് പുള്ളിക്കാരൻ നമ്മുടെ ആ ഒരു വൈറ്റ് ബീഡ് ക്രൂവിന് ലെഫ്റ്റ് ചെയ്യുകയുണ്ടായത്. കാരണം പുള്ളിക്കാരൻ 4th ഡിവിഷൻ കമാൻഡർ മർഡർ ചെയ്ത കേസ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ യമി നോമി എന്ന പുള്ളിക്കാരൻ ആ ഒരു ഡെവൽ ഫ്രൂട്ട് പുള്ളിക്കാരൻ അച്ചീവ് ചെയ്യുന്ന ഒരു റീസൺ കൊണ്ട് പുള്ളിക്കാരൻ അങ്ങ് മർഡർ ചെയ്യുമായിരുന്നു നമ്മുടെ 4th ഡിവിഷൻ കമാൻഡറെ. അത് മാത്രം നമ്മുടെ ടൈം സ്ക്രിപ്റ്റിന് ശേഷം നമ്മുടെ ഒരു വാർലോഡിൻ്റെ പൊസിഷൻ വരെ നമ്മുടെ വൈറ്റ് ബീഡ് നമ്മൾ ബ്ലാക്ക് ബീഡിന് കിട്ടുകയുണ്ടായി. റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഏസിനെ ഡിഫീറ്റ് ചെയ്യുകയും ഏസിനെ കിട്ടുന്ന മറൈൻസിനെ ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് പുള്ളിക്കാരൻ ഒരു വാർലോഡിൻ്റെ പൊസിഷൻ കിട്ടുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ പുള്ളിക്കാരൻ നമ്മുടെ ആ ഒരു 4th നമ്മുടെ ആ ഒരു പുള്ളിക്കാരൻ്റെ ജേർണി പോകുന്ന ആ സമയത്ത് ഇപ്പം തൊട്ട് ആദ്യം തൊട്ട് ഇവിടെ വരുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് റീൽ നമ്മുടെ ഷാങ്സുമായിട്ട് ഫൈറ്റ് ചെയ്യും. ഷാങ്സിൻ്റെ ആ അയുടെ സൈഡിലുള്ള ആ ഒരു സ്കാർ റീൽ നമ്മുടെ ബ്ലാക്ക് ബീഡ് കൊടുത്തതാണ് എന്നും. അപ്പോൾ നമുക്ക് വിചാരിക്കും നമ്മുടെ വൈറ്റ് ബീഡ് അല്ല നമ്മുടെ ബ്ലാക്ക് ബീഡ് എത്രമാത്രം പവർഫുൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ നമ്മുടെ സമയത്ത് വേണ്ട സമയത്ത് നമ്മുടെ വൈറ്റ് ബീഡിനെ ഡിഫീറ്റ് ചെയ്യും. മീൻസ് വൈറ്റ് ബീഡിൻ്റെ മട്ടന് കാര്യമാവുകയും അത് മാത്രമല്ല വൈറ്റ് ബീഡിൻ്റെ ആ ഒരു ഗൊരു നോമി എന്ന ആ ഒരു ഡെവൽ ഫ്രൂട്ട് അച്ചീവ് ചെയ്യുകയും ചെയ്ത് നമ്മുടെ ടീച്ചായിരുന്നു. നമ്മുടെ വൈറ്റ് ബീഡിനെ ഡിഫീറ്റ് ചെയ്ത സമയത്ത് പുള്ളിക്കാൻ ആ ഒരു നമ്മുടെ ഇമ്പൽ ടൗണിൽ ചെന്ന് പുള്ളിക്കാൻ ആ ഒരു ക്രൂ മൊത്തം അറ്റൈൻ ചെയ്യുകയുണ്ടായിരുന്നു. ഒരു സ്ട്രോങ്ങസ്റ്റ് അല്ല ഡേഞ്ചറസ് ആൾ പ്രിസണേഴ്സിനെ മൊത്തം പുള്ളിക്കാൻ്റെ ക്രൂവിലേക്ക് ആക്കുകയും പുള്ളിക്കാൻ ആ ഒരു വാർലോഡ് എന്ന ആ പൊസിഷൻ പുള്ളിക്കാൻ അങ്ങ് ലെഫ്റ്റ് ചെയ്യുകയും ചെയ്തു. അടുത്ത് പുള്ളിക്കാരൻ ചെന്ന് നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ടെറിട്ടറി മൊത്തം അങ്ങ് സ്റ്റീൽ ചെയ്ത് മൊത്തം അങ്ങ് കോൺകർ ചെയ്ത് വൈറ്റ് ബീഡിൻ്റെ മെമ്പേഴ്സിനെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നെ പുള്ളിക്കാരൻ്റെ ബൗണ്ട് നോക്കുകയാണെങ്കിൽ 3 ബില്യണത്തിന് ഓവർ ബൗണ്ടുള്ള വ്യക്തിയാണ് ഒരു നമ്മുടെ മാർഷൽ ടി ടീച്ച്. ഇനി നമ്മുടെ ഒന്നാമത്തെ ആ സ്ട്രോങ്സ്റ്റ് ആൾക്കാരെ കാണുന്ന മുമ്പ് തന്നെ നമുക്ക് 2 വ്യക്തികളുടെ റീല് നമുക്ക് മിച്ചമുണ്ട്. നമ്പർ 3 ലോ റീല് ബോൺ ചെയ്ത് നമ്മുടെ ഫ്ലവൻസിലായിരുന്ന ഒരു കൺട്രിയാണ് നമ്മൾ ബോൺ ചെയ്ത് ആ ഒരു കൺട്രിയിൽ ഒരു ക്യൂർ ചെയ്യാൻ പറ്റിയ ഒരു ഡിസീസ് റീലി സ്പ്രെഡ് ആവുകയുണ്ടായിരുന്നു. ആ ഡിസീസ് അവരുടെ ലൈഫ് സ്പാൻ മൊത്തം ഷോർട്ടൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയബറിങ് ആയിട്ടുള്ള കൺട്രീസ് മൊത്തം അവരിൽ നിന്ന് ആ ഒരു ഡിസീസ് റീലി മൊത്തം സ്പ്രെഡ് ആവുന്ന തൊട്ട് തന്നെ അവരെല്ലാം അഫറേഡ് അവരെ മൊത്തം അങ്ങ് എന്താ പറയുക കണ്ടാമിനേറ്റ് മൊത്തം ക്ലോസ് ചെയ്ത് അവിടത്തോടെ എൻട്രി മൊത്തം ചെയ്യുകയാണ്. അങ്ങനെ വന്നപ്പോൾ റീലി ഒരു വാർ അവരിങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഉണ്ടാവുന്നത്. അവരപ്പുറത്തോട്ട് വിടാതെ അവരെ മൊത്തം കില്ല് ചെയ്ത് കളിക്കായിരുന്നു. അതുകൊണ്ട് ആ സിറ്റുവേഷൻ റീലി നമ്മുടെ ലോയുടെ ഫാമിലി മൊത്തം ലോയ്ക്ക് നഷ്ടപ്പെടുകയുണ്ടായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ ബേൺ ചെയ്ത് അവരുടെ ആ ഒരു സിസ്റ്റം നഷ്ടപ്പെടും. അങ്ങനെ വന്ന് എല്ലാം നഷ്ടപ്പെട്ട് വന്ന് നമ്മുടെ ലോ അതിനകത്ത് അവരുടെ ആ ഒരു കൺട്രീൻ്റെ രക്ഷപ്പെട്ട് നമ്മുടെ ഡോഫ്ലമിംഗോടെ എടുത്തെത്തുന്ന ആ ഒരു സമയത്ത് ലോയ്ക്ക് മൊത്തം ലോകത്തുള്ള എല്ലാവരും കില്ല് ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റിലായിരുന്നു നമ്മുടെ ലോ എത്തിയിരുന്നത്. അങ്ങനെ റീലി നമ്മുടെ ഡോഫ്ലമിംഗ് റീലി ലോയെ അവരുടെ ആ ഒരു ഫാമിലി ഡോങ്കിയോട്ടോ ഫാമിലിയിലേക്ക് റീലി മീൻസ് ജോയിൻ ചെയ്യിപ്പിക്കും. അവർ ആ മെമ്പർ ആവുകയും ചെയ്തിരുന്നു നമ്മുടെ ലോ. അങ്ങനെ ലോ അവിടെ നിന്ന് മൊത്തം ട്രെയിനിങ് ഒക്കെ ചെയ്ത് റീലി നമ്മുടെ ഡോങ്കി നമ്മുടെ എന്താ പറയുക നമ്മുടെ ഡോഫ്ലമിക്ക് റീലി നമ്മുടെ ലോയ്ക്ക് അന്ന് ആ സമയത്ത് ഡിസീസ് ബാധിച്ചായിരുന്നു. അപ്പോൾ ലോയെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നൊരു എയിമിലൂടെ പുള്ളിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് റീൽ നമ്മുടെ നമ്മുടെ ആ ഒരു ഒപ്പയപ്പ നോമി എന്നൊരു ഡേൾ ഫ്രൂട്ട് റീലി കൺസ്യൂം ചെയ്യുകയുണ്ടായിരുന്നു. നമ്മുടെ ടൈം സ്ക്രിപ്റ്റിന് ശേഷം പുള്ളിക്കാൻ ആ ബൗണ്ടറിയിൽ ഒരു 440 മില്യൺ ബെറി ആയിരുന്നു. അതിനുശേഷം നമ്മുടെ ആ ഒരു ഡോഫ്ലമിങ്ങിനെ ഡിഫീറ്റ് ചെയ്യാൻ പിന്നെ ആ വാർലോഡ് ആയിരുന്നു പുള്ളിക്കാൻ ആ ഒരു സമയത്ത് നമ്മുടെ ടൈം സ്ക്രിപ്റ്റിന് ശേഷം നോക്കുമ്പോൾ. ബട്ട് വാർലോഡിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യാൻ പിന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ ബിഗ് മാം അല്ല നമ്മുടെ ആ ഒരു ഡ്രസ്സോസ് ആർക്ക് നടന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ബൗണ്ടറിയിൽ ഒരു 500 മില്യൺ ബെറീസിന് ഓവർ ആയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല പിന്നെ നമ്മുടെ ആ ഒരു പുള്ളിക്കാരൻ്റെ റീലി ആ ഒരു ഒപ്പം നോമിയുടെ ആ ഒരു പവർ അനുസരിച്ച് ഒരു ബ്ലൂ സ്പിയർ പോലത്തെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുക. അതിനകത്തുള്ള എന്തൊക്കെയാണ് അതിന് മൊത്തം മാനിപ്പുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റിയാണ് നമ്മുടെ ലോ എന്നുള്ള നമ്മുടെ റൂഫിയുടെ അലയൻസിൽ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു നമ്മുടെ ലോ. ആ ഒരു അലൈൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ലോയും റൂഫിയും കൂടാണ് റീലി ആദ്യമേ അലൈൻ ചെയ്ത് നമ്മുടെ ഡ്രസ്സോസ് ആർക്ക് വെച്ച് തന്നെ. അപ്പോൾ അതിനകത്ത് ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ലൂഫിയെ കുറേ പ്രാവശ്യം ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയും കൂടാണ് നമ്മുടെ ലോ. നമ്പർ 2 പോഡ്കാസ്റ്റ് ഏസ് റീൽ നമ്മുടെ ബയോളജിക്കൽ സൺ ഓഫ് നമ്മുടെ പൈററ്റ് കിങ് ആയ റോജറിൻ്റെയും ആ മാത്രമല്ല പോഡ്കാസ്റ്റ് റൂജിനും കൂടെ സണ്ണായിരുന്നു റീൽ നമ്മുടെ ഏസ് എന്ന് വെച്ചാൽ. പിന്നെ ഏസ് നമ്മുടെ ലൂഫിയുടെയും സാബുവിൻ്റെയും ബ്രദറും കൂടെയാണ് നമ്മുടെ ഏസ്. അപ്പം ഏസ് റീൽ നമ്മുടെ മറൈൻസുമായിട്ട് റീൽ ക്യാപ്ചർ ചെയ്യുകയും അത് മാത്രം നമ്മുടെ എക്സിക്യൂട്ട് ചെയ്ത് ഡെത്തിലേക്ക് സംഭവിക്കുകയും ചെയ്ത് നമ്മുടെ ഏസ് ആയിരുന്നു. അത് സംഭവിക്കുന്ന മൊത്തം നമ്മുടെ സമ്മാറ്റ് വാറിലായിരുന്നു റീൽ നമ്മുടെ മറൈൻ ഫോർഡിൽ. ആ സമയത്ത് നമ്മുടെ വൈറ്റ് ബീഡ് മൊത്തം നമ്മുടെ ആ ഒരു ഏസിന് കിട്ടാൻ വേണ്ടി മൊത്തം അവൻ്റെ ക്രൂ ഇറക്കി മൊത്തം ഫൈറ്റ് ചെയ്ത് നമ്മുടെ 7 വാർലോഡ്സിനെതിരെ മൊത്തമായിട്ടൊരു ബിഗ് ഫൈറ്റ് നടക്കുകയുണ്ടായിരുന്നു. അപ്പം എങ്ങനെ തുടങ്ങി എന്നാണ് നമ്മൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതെല്ലാം തുടങ്ങുന്ന റീഡ് നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഗാർപ്പ് റീഡ് നമ്മുടെ റോജിന് വേണ്ടി ഒരു ഫേവർ എന്ന പോലെ റീഡ് നമ്മുടെ ഏസിനെ അഡോപ്റ്റ് ചെയ്യുക. ഗാർപ്പിന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഏസിനും ലൂഫിനും കൂടെ ഒരു മറൈൻ മെമ്പർ ആക്കണം എന്നൊരു ആഗ്രഹത്തോടെയാണ് ട്രെയിൻ ചെയ്തത്. ബട്ട് അവിടെ എല്ലാം ലാസ്റ്റ് അവർ ഇഷ്ടാനുസരിച്ച് അവർ പൈററ്റ് ആയി മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഏസ് റീഡിൽ നമ്മുടെ ഒരു വാറോഡ് ആകാൻ വേണ്ടി ഒരു ഇൻവിറ്റേഷൻ വരെ കിട്ടുകയുണ്ടായിരുന്നു. ബട്ട് ഏസ് അത് ഡിക്ലൈൻ ചെയ്തിട്ട് പിന്നെ നമ്മുടെ ആ ഒരു വൈറ്റ് ബീൻ്റെ ക്രൂ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ 2nd ഡിവിഷൻ കമാൻഡർ ആവുകയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ
ഏസ് റിയൽ നമ്മുടെ ടീച്ച് വരെ ക്യാപ്ചർ ചെയ്യുകയും ഏസ് പിന്നെ ഏസ് ക്യാപ്ചർ ചെയ്യുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ മറൈൻ ഫോർഡ് സമ്മറ്റ് വാർ സംഭവിക്കും അങ്ങനെ കൊടുക്കുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഏസ് 8 ചെയ്തതെന്ന് വെച്ചാൽ റിയൽ നമ്മളൊരു മെറി നോമി ഒരു ലോഗിയായിട്ട് ഡെവലപ്മെൻ്റ് റിയൽ ഏസ് കൺസ്യൂം ചെയ്യുന്നത്. അത് എബിലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ക്രിയേറ്റ് കൺട്രോൾ ട്രാൻസ്ഫർ നമ്മുടെ ബോഡി മൊത്തം ട്രാൻസ്ഫർ ഒരു ഫയറിലേക്ക് മൊത്തം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ബോഡിയാണ് റിയൽ ഉള്ളത്. ഇപ്പോൾ അത് കൺസ്യൂം ചെയ്ത് നമ്മുടെ സാബുവാണ്. പിന്നെ നമ്മുടെ പിന്നെ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ മെയിൻ അറ്റാക്ക് വെച്ചാൽ അവൻ്റെ കയ്യിലേക്ക് മൊത്തം അവൻ്റെ ഫയർ മൊത്തം ട്രാൻസ്ഫർ ചെയ്ത് അവൻ്റെ മൊത്തം സെൻഡ് ചെയ്യും ആ ഒരു ഫയർ ചെയ്യുക. അതാണ് റിയലി എബിലിറ്റി. അതാണ് റിയലി അവൻ്റെ ആ ഒരു പേര് തന്നെ ഫയർ ഫിസ്റ്റ് ഏസ് എന്നൊരു പേര് റിയലി നമുക്ക് ഏസിന് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മളിത് പറയാൻ വേണ്ടി വന്ന സ്ട്രോങ്ങസ്റ്റ് ഡീക്ലാൻ മെമ്പർ ദ ലാസ്റ്റ് വൺ ദ സ്ട്രോ ഹാർട്ട് പൈററ്റ്സിൻ്റെ ക്യാപ്റ്റനായ മങ്കി ഡി ലൂഫി. അപ്പോൾ നമ്മുടെ ലൂഫി റിയൽ ജനിച്ചിരിക്കുന്നത് നമ്മുടെ മങ്കി ഡി ഡ്രാഗണും പിന്നെ നമുക്കറിയത്തില്ലാത്തൊരു അൺനോൺ ആയിട്ടുള്ളൊരു വെഗേസ്ട്രി അവരുടെ മകനായിട്ടാണ് റിയൽ നമ്മുടെ മങ്കി ഡി ലൂഫി റിയൽ ജനിക്കുന്നത്. അപ്പം അവനിപ്പോൾ അവനിപ്പോൾ 6 വയസ്സ് റിയൽ നമ്മുടെ റെഡ് ഹെയർ ഷാങ്സിനായിട്ട് റിയൽ അവർ കാണുകയും നമ്മുടെ ആ ഒരു റെഡ് ഹെയർ പൈററ്റ്സ് റിയൽ അവരുടെ വില്ലേജ് സ്റ്റേ ചെയ്യുകയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ തമ്മിൽ കണ്ടുമുട്ടി അങ്ങനെ നമ്മുടെ റെഡ് ഹെയർ ഷാങ്സ് റിയൽ നമ്മുടെ ലൂഫിയുടെ മോട്ടിവേറ്റ് ആയി നമ്മുടെ ആ ലൂഫിക്ക് പൈററ്റ് ആവണമെന്ന കാര്യത്തിലേക്ക് ലൂഫി നയിക്കുക ഒരു വ്യക്തി റിയൽ നമ്മുടെ ഷാങ്സ് ആവുകയുണ്ടായിരുന്നു. അപ്പം അവന് റിയലി കളിയാക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് റിയലി അവന് പൈററ്റ് ആകാൻ പറ്റില്ല. ആ ഒരു സമയത്ത് റിയലി അവന് പൈററ്റ് ആവണം എന്നൊരു കാര്യം കൊണ്ട് തന്നെ അവനൊരു കത്തി എടുത്ത് അവൻ്റെ കണ്ണിൻ്റെ താഴേക്ക് റിയലി കുത്തുകയുണ്ടായിരുന്നു. അങ്ങനെ റിയലി നമ്മുടെ ആ ഒരു പൈററ്റ് ആകുന്നത് പ്രൂവ് ചെയ്യുകയും നമ്മുടെ ആ ലൂഫിയുടെ ഇപ്പോൾ ആ സ്കാർ റിയലി ഉണ്ട് ലൂഫിയുടെ ഇപ്പോഴത്തെ വരെ ജേർണിയിലും ആ ഒരു കണ്ണിൻ്റെ താഴെ ആ ഒരു കാണുന്ന ഒരു പാട് ഇപ്പോഴും ഉണ്ട്. പിന്നെ നമ്മുടെ ആ സമയത്താണ് ലൂഫി അറിയാതെ നമ്മുടെ ആ ഗമുഗമ് നോമ്പി ലൂഫിയുടെ ആ ഒരു ഫ്രൂട്ട് റിയലി ഏറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ലൂഫി റിയലി ആ ഒരു പൈററ്റ് കിങ് ആവണമെന്ന ആ ഒരു ജേർണി അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ലൂഫി ആ ഒരു ജേർണി കുറേ ആൾക്കാർ റിയലി ഡിഫീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വാളോടായിരുന്നു നമ്മുടെ ക്രൊക്കഡൈലിനെ ഡോഫ്ലമിങ് ഒക്കെ ഡിഫീറ്റ് ചെയ്തിട്ട് അവൻ്റെ ആ ഒരു ട്രൂ പവർ റിയലി നമുക്ക് കാണിച്ച ഒരു ലൂഫി എടുത്തുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വേൾഡ് ഗവൺമെൻറ് ഒരു വാർ റിയലി ഡിക്ലെയർ ചെയ്യുകയും നമ്മുടെ ആ ഒരു സമ്മറ്റ് വാറിൻ്റെ സമയത്തൊക്കെ സംഭവിക്കുകയുണ്ടായിരുന്നു. അത് മാത്രമല്ല പിന്നെ നമ്മുടെ ബിഗ് മാമിൻ്റെ സ്വീറ്റ് കമാൻഡേഴ്സിനെ ബിഗ് മാമിനെയൊക്കെ റിയലിച്ചിട്ട് നൈസായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ലൂഫി റിയലി എംബർ ആവുള്ള കാർ റിയലി നമ്മുടെ ആ ഒരു കൈഡോ ഡിഫീറ്റ് ആയ സിറ്റുവേഷൻ. ആ സമയത്ത് നമ്മുടെ ലൂഫിയുടെ ഗിയർ 5 അവൈക്കിനൊക്കെ അതൊക്കെ ഒരു സീനായിരുന്നു റിയലി നമ്മുടെ ലൂഫി റിയലി ഡേ ഫുഡ് അവൈക്ക് ചെയ്യുക നമ്മുടെ ഒരു ഫൈറ്റ് നമ്മുടെ കൈഡോ സ്ട്രോങ്ങസ്റ്റ് പേഴ്സണായ കൈഡോ റിയലി ഡിഫീറ്റ് ചെയ്യുകയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇതിന് പറയുന്നത് നമ്മുടെ ലൂഫിയുടെ റിയലി ഒരു ഡെവൽ ഫുഡിൻ്റെ പേര് റിയലി ഗമുഗം നോമിയില്ല. അതിൻ്റെ പേര് ഹിറ്റോ നോമി മോഡൽ നിക്ക ഒരു മിത്തിക്കൽ സോവാൻ ടൈപ്പ് ഡെവൽ ഫുഡാണ്. അപ്പോൾ അതിൻ്റെ പവർ എന്ന് വെച്ചാൽ റിയലി നമ്മുടെ യൂസറിന് റിയലി നമ്മുടെ സൺ ഗോഡ് നിക്കയിലേക്ക് റിയലി ട്രാൻസ്ഫർ സഹായിക്കുന്ന ഒരു ഡെവൽ ഫുഡാണ് റിയലി നമ്മുടെ ലൂഫിയുടെ ഡെവൽ ഫുഡ്. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഡെവൽ ഫുഡാണ് റിയലി നമ്മുടെ ലൂഫി ഇപ്പോഴും പ്രോസസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ വേൾഡ് കാണുമ്പോൾ കുറേ കാര്യങ്ങൾ ഈ ഡെവൽ ഫുഡ് കിട്ടാതിരിക്കാൻ ചെയ്തതായിരുന്നു. അതിൻ്റെ പേര് വരെ മാറ്റി ഗമുഗമ നോമിനൽ സിമ്പിളായിട്ട് ഗാരമേശ ടൈപ്പ് ഡെവൽ ഫുഡ് ആക്കി അതിനെ മാറ്റിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ലൂഫി അത് കൺസ്യൂം ചെയ്തതും ഇതിൻ്റെ റിയലി എബിലിറ്റി ഒരു ലിമിറ്റേഷൻ ഒന്നും പറയാനില്ല. ഫുൾ ആൻഡ് ഇമാജിനേഷനാണ് ലിമിറ്റഡ് ആയിരിക്കുന്നത്. അവൻ എന്ത് ഇമാജിൻ ചെയ്യണോ അത് അവന് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു ഡെവൽ ഫുഡ് പവർ റിയലി കൺസ്യൂം ചെയ്യുന്നത്. അപ്പം ലൂഫി ഒരു എക്സ്ട്രീം പവർഫുൾ ആയിട്ട് വ്യക്തിയാണ് നമ്മുടെ സീരീസിൽ. അവൻ്റെ എന്ത് വേണം അവന് കാണിക്കാം. അവൻ്റെ ഇഷ്ടമുള്ള ഇമാജിനേഷൻസ് അവൻ്റെ പവർ മൊത്തം മാറ്റാൻ പറ്റും. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡീക്ലാൻ മെമ്പേഴ്സ് മൊത്തം നമ്മൾ കൺസ്യൂം മൊത്തം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അടുത്തൊരു വീഡിയോ നടന്നേ ബൈ.